പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ യേശുവപ്പായ്ക്കും കോടാനുകോടി നന്ദി. ഈ തിരുവൾത്താരയിൽ നിൽക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എൻ്റെ പേര് ആലിസ് ഫിലിപ്പ്. ഞാൻ ന്യൂയോർക്കിൽ യോങ്കേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നു. ഞങ്ങൾ അവിടെ കുടുംബമായിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായതാണ്. ഞാൻ യോങ്കേഴ്സ് സെൻറ്റ് ജോസഫ് മിഷനിലെ അംഗമാണ്. ഞാൻ പല പ്രാവശ്യം ഈ കൃപാസനത്തിന് മുമ്പൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്കതിനൊന്നും മതിപ്പ് തോന്നിയില്ല ഇങ്ങോട്ടൊന്ന് കയറാനോ ഒന്ന് നോക്കാനോ ഒന്നും. പക്ഷേ 2022 ഫെബ്രുവരി 19 എനിക്ക് അമ്മയുടെ അടുത്ത് വരേണ്ടി വന്നു. ഒരു ഉൾവിളി എന്ന പോലെ ഞാനിവിടെ ഓടിയെത്തിയതാണ്. 2 ഹൈന്ദവ സഹോദരികളുടെ കൂടെയാണ് ഞാനിന്ന് വരുന്നത്. ആകസ്മികമായി അവരും ഇവിടെ എവിടെയോ ഉണ്ട്. ഞാൻ വന്നത് എൻ്റെ മകൻ്റെ മക്കളാണ് ഇവർ 2 പേരും. ഈ മൂത്ത കുഞ്ഞ് 2.5 വയസ്സായി. ഞങ്ങൾ സ്കൂളിൽ ചേർത്തപ്പം മനസ്സിലായി ഇവന് സാധാരണ സ്കൂളിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെ സ്കൂളിൽ നിന്ന് അവർ പറഞ്ഞു കൊണ്ടുപോക്കോ, ഞങ്ങൾക്ക് ഇവനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ തന്നെ നോട്ട് ചെയ്തായിരുന്നു ഇവന് ഇച്ചിരി ഹൈപ്പറാണ്. ഇളയ കുഞ്ഞുണ്ടായപ്പോഴേക്കും ഇവനെ ഒന്ന് ഒതുക്കാവല്ലോ എന്നൊക്കെ ഓർത്താണ് സ്കൂളിൽ കൊണ്ടാക്കിയത്. പക്ഷേ അവർക്ക് 7 ദിവസം പോലും ഇവനെ നോക്കാൻ പറ്റിയില്ല. പൈസ കൊടുത്ത് ഞങ്ങളാക്കിയത് അവർ തിരിച്ചു തന്നു. അവർ തിരിച്ചു തന്നില്ല. അവർ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോക്കോ, ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന്. സ്പെഷ്യൽ അസസ്മെൻ്റൊക്കെ നടത്തണം, ഇവനെ സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മകൻ പല ഇങ്ങനെ അസസ്മെൻ്റ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ കുഞ്ഞിന് അവർ ഡയഗ്നോസ് ചെയ്തു ഇവന് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്, പിന്നെ ഒരു ഓട്ടിസ്റ്റിക് സ്പാർക്കും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവന് സംസാരിക്കാൻ നമ്മൾ ചോദിച്ചാൽ ഇവനൊന്നും മറുപടി പറയത്തില്ലായിരുന്നു. ഞങ്ങൾ ചെവി വരെ പരിശോധിച്ച് നോക്കി, ഇവന് കേൾവിയുടെ കുറവ് വല്ലതുമാണോ, അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവന് വേണ്ടിയും പിന്നെ ഈ ഇളയ കുഞ്ഞിന് ജനിച്ച് 1 മാസം ആയപ്പോൾ സിവിയർ എക്സീമ, അന്നൊക്കെ നിയോനേറ്റൽ എക്സീമ എന്ന് പറഞ്ഞാലും ഇവൻ്റെ കാര്യം തുടർന്ന് പറയാം. ഇവനെ ഞങ്ങൾ സ്പെഷ്യൽ സ്കൂളിൽ 1 വർഷം വിട്ടു. സ്പീച്ച് തെറാപ്പി, ആ തെറാപ്പി, ഈ തെറാപ്പി എല്ലാം കൊടുത്തു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അച്ഛൻ പറയുന്ന പോലെ ഇതൊരു ഹെവി ഡ്യൂട്ടി ഐറ്റമാണ്, ഇതൊരു മരുന്ന് കൊണ്ട് മാറുന്നതല്ല എന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഞാനൊരു നേഴ്സാണ്, എനിക്കറിയാം ഇതൊരു മരുന്നിനെ മാറ്റാൻ പറ്റുന്നതല്ല. അങ്ങനെ പ്രാർത്ഥനയും ഉപവാസവും നോയമ്പൊക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞു. അങ്ങനെ അവന് ഒരുവിധം ഒന്ന് സെറ്റിലായെന്ന് എനിക്ക് തോന്നി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവനെയും കൊണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ വന്നു. മാർച്ച് 30-ാം തീയതി ഇവിടെ വന്നു. 31-ാം തീയതി ഞാൻ കുഞ്ഞിനെയായിട്ട് ഇവിടെ എത്തി. അച്ഛനെ കണ്ടു, ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് പൂർത്തിയാക്കാൻ പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് ഇവന് ഇവിടുന്ന് ഓടിപ്പോക്കായിരുന്നു. എല്ലാവർക്കും അന്നത്തെ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും അറിയാം. അവരെല്ലാവരും എന്നെ പരിഗണിച്ചു. കാരണം ഇവൻ്റെ കരച്ചിലും ബഹളവും ഓട്ടമൊക്കെ ആയപ്പോഴും ഞാൻ തന്നെ കൺട്രോൾ പോകുമെന്ന് എനിക്ക് തോന്നി. അതുപോലെയായിരുന്നു അന്നത്തെ അവൻ്റെ അവസ്ഥ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അവനെ അവിടെ കൊണ്ടുപോയി. അവന് ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോഴൊക്കെ ഉടമ്പടി വസ്തുക്കൾ കഴിക്കുവാനും അവൻ്റെ തലയിൽ തൈലം പൂശി പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുന്ന ലൂക്കായുടെ 1:1, പിന്നെ യെശയ്യാ പ്രവാചകൻ്റെ 11:2 കർത്താവിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ വരും, അത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അങ്ങനെ ആ വചനങ്ങളെല്ലാം പറഞ്ഞ് പിന്നെ 71-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാം വാക്യവും ഞാൻ എന്നും ഇവന് വേണ്ടി പ്രാർത്ഥിച്ച്, ഇവനടുത്തില്ലെങ്കിൽ എൻ്റെ തലയിൽ കലിവെച്ച് ഞാൻ തൈലം പൂശി എന്നും പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു. അവന് ഇപ്പോൾ ഒരു സാധാരണ സ്കൂളിലേക്ക് കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾക്ക് മാറ്റി. അവന് ഒരു സ്പെഷ്യൽ ലിമിറ്റഡ് നമ്പേഴ്സുള്ള സ്കൂളിലാണ്. പക്ഷേ ആളിപ്പോൾ ഒത്തിരി ഇതാണ്. ഈ മാസം ഇപ്പം ഞങ്ങൾക്ക് അവനെ ഒരു കുർബാനയ്ക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുർബാനയിൽ ഇരിക്കാനോ നിൽക്കാനോ ഇത്ര സമയം ഇവിടെ വന്നിരിക്കാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എൻ്റെ കുഞ്ഞിന് കൊടുത്ത ഈ വലിയ സൗഖ്യത്തിനായിട്ട് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അമ്മ വഴി തിരുക്കുമാരൻ തന്ന ഈ വലിയ അനുഗ്രഹത്തിനായിട്ട് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഈ കുഞ്ഞിന് എക്സീമ എന്ന് പറഞ്ഞിരുന്നല്ലോ, ഞാൻ സൂചിപ്പിച്ചു. ഭയങ്കര എക്സീമ. രാവിലെ കടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഷീറ്റ്. ജനിച്ച് 1 മാസം കഴിഞ്ഞപ്പം അത് തുടങ്ങിയതാണ്. ജനിച്ചപ്പം വലിയ കുഴപ്പമൊന്നും കണ്ടില്ല, ഒന്നും ഞങ്ങൾ കണ്ടില്ല, നോട്ട് ചെയ്തില്ല. 1 മാസം മുതൽ ചെറുതായിട്ട് ഒരു സ്പോട്ട് തുടങ്ങി. അത് ഹെഡ് ടു ടോ, ഉച്ച മുതലുള്ള കാൽ വരെ അതങ്ങ് പടന്നു. തൊലി പൊളിയും, ചൊറിഞ്ഞ് ചോര വരും. രാത്രിയിലൊക്കെ ഉടുപ്പിൻ്റെ അറ്റം നമുക്ക് കാണാൻ ചോര പിടിച്ച് കിടക്കുന്നത്. വളരെ വിഷമിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിന് എന്നായിട്ടാലും അവൾ ചൊറിയും. കൈനീളമുള്ള ഉടുപ്പും അങ്ങനെ എല്ലാം എന്തെല്ലാം ഇട്ടിട്ട് ഒരു കുഴപ്പമില്ല. മരുന്നുകൾ ഞങ്ങൾ ചെയ്യാത്തല്ല. അവിടെയും ചെയ്തു. നാട്ടിൽ നിന്ന് ഞാൻ പോയപ്പോൾ കുറേ ഓയിൻമെൻറ്റൊക്കെ ഇവിടെ സ്കിൻ ഡോക്ടറെ കണ്ട് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. ഒക്കെ ഒന്ന് കുറയും, വീണ്ടും അതുപോലെ തന്നെ പൊന്തി വരും.
മുടി പോലും പോയായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ. അങ്ങനെയായി ഞാൻ വീണ്ടും, ഇത് എൻ്റെ ഉടമ്പടിയിലെ 2ാമത്തെ ഉടമ്പടിയായിരുന്നു. ഞാൻ അതിനു വേണ്ടിയിട്ടും അവളുടെ ശരീരത്തിൽ അച്ഛൻ്റെ യൂട്യൂബ് ധ്യാനം കൂടുമ്പോൾ ഞാൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കൈകൾ വെച്ച് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു 6 മാസമായി ഇവളുടെ ശരീരത്തിൽ ഇപ്പോൾ ഒന്നുമില്ല. അവൾക്ക് തന്നെ അറിയാം. കാരണം അവൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കളും തൈലവും ആ സ്പോട്ടിലെല്ലാം കൊണ്ട് പരട്ടുന്ന എണ്ണ. അപ്പോൾ അവൾക്ക് പറയും, അമ്മച്ചി എനിക്ക് മാതാവിൻ്റെ എണ്ണ തന്നാൽ മതി, അതാണ് എൻ്റെ ബുമ്പു എന്ന് പൊക്കോളൂ എന്ന്. ഇപ്പോൾ അവൾക്കറിയാതെ എവിടെ വന്നാലും പറയും, അമ്മേ എനിക്ക് വേദന വരുമ്പം മാതാവിൻ്റെ ഓയിൽ തന്നാൽ മതി, എനിക്ക് വേറൊന്നും വേണ്ടെന്ന്. അങ്ങനെ എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും അമ്മ മാതാവ് വഴി യേശു അപ്പച്ചൻ കൊടുത്ത അനുഗ്രഹത്തിന് കോടാനുകൂടി നന്ദി. ഇനിയും ചെറുതും വലുതും അനേകം അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അമ്മ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ് എന്നെ നടത്തുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പേ എൻ്റെ കാലിൻ്റെ മുട്ടിന് അതിശീഘ്രമായ വേദനയായിരുന്നു, ഒരു ഇടത്തെ കാലിന്. എന്നും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായിരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാൻ എങ്ങനെ മുട്ടുകുത്തും ഇങ്ങനെ വേദന തന്നാൽ? എങ്കിലും ഞാൻ ഒറ്റക്കാലിൽ മുട്ടുകുത്തുമായിരുന്നു. വണ്ടി ഓടിക്കാൻ ജോലിയിൽ എൻ്റെ കൂടെയുള്ളവരോട് പറയും, എനിക്ക് ഈ വേദന വരുമ്പോൾ ഞാൻ ഇങ്ങനെ ക്ഷീണിച്ച് തലകറങ്ങുന്ന പോലെ വരും, ഞാൻ എവിടെയെങ്കിലും ഇരിക്കും. അതങ്ങനെ ഒരു ഫ്യൂ സെക്കൻഡ്സ് അങ്ങനെ വന്നു പോകും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു. ഡ്രൈവ് ചെയ്യുമ്പോഴും എപ്പോഴും ഞാൻ എപ്പോഴും മാതാവിനെ വിളിച്ചുകൊണ്ടിരുന്നു. ജപമാലയൊന്നും ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് വലിയ തീക്ഷ്ണതയൊന്നുമുള്ള വ്യക്തി ആയിരുന്നില്ല. പക്ഷേ ഇത് പിന്നെ എൻ്റെ ഒരു ആയുധമായി മാറി. അങ്ങനെ എനിക്ക് എന്നാ തീർത്ത് പോയെന്ന് എനിക്കറിയത്തില്ല. ഒരു 6-7 മാസമായിട്ട് എനിക്കിപ്പോൾ അങ്ങനെ ഒരു വേദന പോലും തോന്നുന്നില്ല. അങ്ങനെ എനിക്ക് അമ്മ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ചെറിയ ചെറിയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന പോലെ ചോറും പൊതിയോ അങ്ങനെയൊന്നും ചെയ്യാനോ എവിടെയെങ്കിലും പോകാനോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം നമുക്ക് ഫോസ്റ്റർ ഹോമിലേക്ക്. ഞങ്ങളുടെ പള്ളിയിൽ തന്നെ അതിൻ്റെ സൗകര്യമുണ്ട്. ഞാൻ എന്ന് കടയിൽ പോയോ അന്നൊക്കെ എൻ്റെ ഒരു ടൈത്ത് എന്ന നിലയിൽ അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊണ്ട് വയ്ക്കും. അങ്ങനെ അത് പിന്നെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ പത്രം ഇംഗ്ലീഷും മലയാളവും ഒരു 5 കെട്ടെങ്കിലും ഞാൻ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ആരെങ്കിലും എനിക്ക് അറിയാവുന്നവർ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, എനിക്ക് പത്രം വാങ്ങിച്ചുകൊണ്ട് വരണം. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന അക്രൈസ്തവർക്കും എല്ലാവർക്കും പത്രം മാതാവിൻ്റെ കാര്യം പറഞ്ഞ് ഈ പാരിഷനിങ് പറഞ്ഞ് വെളിപ്പെടുത്തി ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ കാശുരൂപം കൊടുക്കും, ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക് കൊന്തയും കൊടുക്കും. അങ്ങനെ എല്ലാം ഞാൻ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സാമ്പത്തികമായി എൻ്റെ മുമ്പിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും വെറുതെ വിടത്തില്ല, അത് ഞാൻ ചെയ്തിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം, ഈ അഖണ്ഡ ജപമാല ഇവിടെ നടന്ന ദിവസം USA ഞങ്ങൾക്കൊരു കൃപാസനം USA എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, കുറച്ച് പിള്ളേർ കൂടി ആരെന്ന് ഞങ്ങൾക്ക് തന്നെത്താനെ അറിയത്ത് പോലുമില്ല, എല്ലാവരുമായിട്ട് തുടങ്ങി ഇവിടെ അഖണ്ഡ ജപമാല ചെല്ലുമ്പോൾ ഞങ്ങൾ USA ഇവിടുത്തെ സമയത്ത്, അതായത് അവിടെ രാത്രിയിൽ ഞങ്ങൾ മൊത്തം അഖണ്ഡ ജപമാല 1000 മണി ജപമാല ഞങ്ങൾ ഓരോരുത്തരും പങ്കുചേർന്ന് സൂമി കൂടെ ചൊല്ലി. അത് ഇന്നും തുടരുന്നു. എല്ലാ ആഴ്ചകളിലും പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ അവധിയുള്ള ദിവസങ്ങളാണെങ്കിൽ ഗ്രൂപ്പിലിടും, നമുക്കിന്ന് അഖണ്ഡ ജപമാലയുണ്ട്, പറ്റുന്നവരൊക്കെ കയറ്. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ 150 പേരിൽ കൂടുതൽ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. ഞങ്ങൾക്ക് പരസ്പരം വ്യക്തിപരമായിട്ട് അധികം പേരെയൊന്നും അറിയത്തില്ല, എങ്കിലും ആത്മീയതയിൽ ഞങ്ങൾ സഹോദരങ്ങളാണ്. ഞങ്ങളെല്ലാവരും അഖണ്ഡ ജപമാല ആഴ്ചയിൽ 1 പറഞ്ഞതുപോലെ ചൊല്ലി കാഴ്ചവെക്കാറുണ്ട്. ഈ അമ്മയുടെ അനുഗ്രഹത്തിന് ഇതൊന്നും പോരാ നന്ദി പറഞ്ഞാൽ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ തന്നെ അങ്ങനെയാണ്. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ, അവിടെ നിന്ന് പോന്നപ്പോൾ പ്രതികൂല കാലാവസ്ഥയൊക്കെയായിരുന്നു. ഞാൻ അമ്മയോട് ഒന്നേ പറഞ്ഞുള്ളൂ, അമ്മേ വരുന്ന വഴിക്ക് എനിക്ക് കൃപാസനത്തിൽ വരണം, എൻ്റെ അമ്മേനെ കാണുന്നതിന് മുന്നേ നിന്നെ കാണണം, എനിക്ക് അതിന് നീ എന്നെ സമയത്ത് എത്തിച്ചേ പറ്റൂ. കാലാവസ്ഥ വളരെ മോശമായിരുന്നു, പക്ഷേ എല്ലാം സമയത്തെത്തി. ഞാൻ വന്ന് എൻ്റെ പെട്ടി എൻ്റെ വീടിൻ്റെ തിണ്ണയിൽ വെച്ചിട്ട് ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എത്തി. ഈ കുഞ്ഞുങ്ങൾ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അന്ന് സാക്ഷ്യം പറയാൻ നിൽക്കാതെ പോയത്. ഇവരെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ ഈ അൾത്താരയിൽ. കാരണം എൻ്റെ അമ്മേനെ ഞാൻ പിറ്റേ ദിവസമാണ് പോയി കണ്ടത്. അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു, അമ്മേ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് 22-ാം തീയതി ഞാൻ വരത്തുള്ളൂ അമ്മയുടെ അടുത്ത്. പറഞ്ഞു പോലും ഇല്ല 21-ാം തീയതി ഞാൻ എങ്ങോട്ടാന്ന്, കാരണം എനിക്ക് പോലും നിശ്ചയമില്ലായിരുന്നു. പക്ഷേ അറിയായിരുന്നു എൻ്റെ അമ്മ എന്നെ സമയത്ത് എത്തിക്കും. ഞാൻ ഇവിടെ വന്നാണ് ഞായറാഴ്ചത്തെ ദീപബലി 7 മണിയായപ്പോൾ ഞാൻ ഇവിടെ എത്തി. ഇവിടെ ഇരുന്ന് കൂടി എനിക്ക് വളരെ ആത്മസംതൃപ്തിയും സന്തോഷവുമുണ്ട്. ഈ വരവിൽ എനിക്കിത് പറയാനും കൂടെ സാധിച്ചതിൽ എൻ്റെ പൊന്നു തമ്പുരാനും എൻ്റെ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് അമ്മയുടെ പ്രത്യക്ഷം ഞാൻ കൊന്ത ജപമാലയിലൊക്കെ ഒരു വീഴ്ച വരുത്തിയപ്പോൾ
എനിക്കൊരു ദർശനമെന്ന പോലെ ഒരു ദിവസം രാത്രിയിൽ എൻ്റെ അമ്മ എന്നെ പ്രത്യക്ഷപ്പെട്ടു. മോളെ എഴുന്നേക്കെന്ന് പറഞ്ഞ് എന്നെ തട്ടി വിളിച്ച് ഞാൻ നോക്കി. അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ ചാടി എഴുന്നേറ്റു. അന്ന് മുതൽ എൻ്റെ ജപമാലയുടെ എണ്ണം കൂടാൻ തുടങ്ങി. അതെനിക്ക് മനസ്സിലായി, ഞാൻ ജപമാലയെ വെച്ച് വീഴ്ത്തി അമ്മ എന്നെ ഓർമ്മപ്പെടുത്തിയതാണെന്ന്. അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിലും ഒരു ഉണർവ്. 2 ആഴ്ച കൂടുമ്പോൾ എനിക്ക് കുമ്പസാരിക്കാനുള്ളൊരു ദാഹമുണ്ട്. അത് അവിടെ സൗകര്യം ഉള്ളതുകൊണ്ട് എൻ്റെ വീടിനടുത്ത് ദൈവം എനിക്കൊരു പള്ളിയും തന്നുകൊണ്ട് എല്ലാ ദിവസവും കുർബാന കാണാനും ഇങ്ങനെ കുമ്പസാരിക്കാനും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുവാനും എൻ്റെ ജോലിയിൽ തന്നെ എനിക്ക് പറ്റുന്നത് പോലെ എൻ്റെ പഴയ സ്വഭാവത്തിൽ നിന്നൊക്കെ എൻ്റെ ജോലിക്കാരൻ എനിക്ക് എടുത്ത് ചാടിയ ദേഷ്യം വരുന്നൊക്കെ ഒരു സ്വഭാവമായിരുന്നു. ഇപ്പോഴും അതിനൊക്കെ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് മാത്രമേ എൻ്റെ അമ്മയോട് പറയുന്നുള്ളൂ, എൻ്റെ ഈശോയോട് പറയുന്നുള്ളൂ. എൻ്റെ നിത്യതയ്ക്ക് തടസ്സമായ ഒരു സന്തോഷം എനിക്ക് വേണ്ട. അതിന് തടസ്സമായി എന്തെങ്കിലും വേദനയുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റുകൊള്ളാം. സഹിക്കാനുള്ള ശക്തി കൃപ തരണം. ഇവിടെ ഇതെടുത്തത് കൊണ്ട് നമുക്ക് എന്താ പറയുന്നത്, നമുക്കെല്ലാം ജീവിതം അങ്ങനെ സുഖമൊന്നും ആയിട്ട് പോകുന്നതല്ല. പക്ഷേ ആ മുള്ളുകളിലും മുൾപ്പടപ്പിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പ് പോലെ ഈ നിയോഗ പ്രാർത്ഥനയും ഈ ഉടമ്പടിയും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി പ്രയോജനമായി, എൻ്റെ അനുഭവമായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ആരെയും അമ്മ വെറുതെ വിട്ടിട്ടില്ല. ഈ മോൻ്റെ കാര്യം തന്നെ ഞാൻ ഇവിടെ കണ്ട് വന്നപ്പം അമ്മയോട് പറഞ്ഞു, അമ്മ വീട്ടിൽ വന്നവരെ ആരും അമ്മ വെറുതെ വിട്ടിട്ടില്ലല്ലോ. ഞങ്ങളൊക്കെ അമ്മ വീട്ടിൽ പോയാൽ അച്ചാച്ചന്മാർ ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ച് തരുള്ളൂ. അമ്മ പറയത്തില്ലേ മകനോട്, ഈ കുഞ്ഞിന് നീ എന്തെങ്കിലും കൊടുത്തു വിടണമെന്ന്. അങ്ങനെ വിശ്വസിച്ചാണ് ഞാൻ ഇവിടെയും കൊണ്ട് പോയത്. അതാണ് അമ്മ വീട്ടിൽ വന്നിട്ട് അവനെ വെറുതെ വിട്ടില്ല. അമ്മ മകനോട് പറഞ്ഞ് അവന് ആവശ്യമുള്ളത് കൊടുത്തു. ഇനിയും എൻ്റെ കുഞ്ഞിനെ 71 സങ്കീർത്തനം പറഞ്ഞതുപോലെ ശക്തമായ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി അവനെ ഇനിയും ഉയർത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. എൻ്റെ യേശുപ്പനും എൻ്റെ അമ്മ മാതാവിനും കോടാകോടി സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ അമ്മ മാതാവിലൂടെ സാധിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അമ്മ എൻ്റെ മകനിലൂടെ അനുഗ്രഹം വാരിത്തരട്ടെ എന്ന് ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നന്ദി.